ഹേ ഗഡീസ്, ലോകമെമ്പാടുമുള്ള എല്ലാ ഗഡികൾക്കും ഗഡീസ് പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡ് നമ്പർ 39 സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുന്നു എന്റെ ഒരു പാട്ട് മാത്രമാണ് കാണുന്നത്. ആണോ? ആണ് ആയിരിക്കും. ആണ്. എനിക്കെല്ലാം കാണാണ്ട്. ഇവിടെ ഒരു കൈ കണ്ടായിരിക്കും നിങ്ങളിപ്പോൾ. അതെന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഈ കൈ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഈ വാച്ച് നിങ്ങൾ കാണുമായിരിക്കും. ഈ കൈ ഇതിനു മുമ്പ് 2-3 തവണ വന്നിട്ടുണ്ട്. 3 തവണ വന്നിട്ടുണ്ട്. 2 തവണ വന്നിട്ടുണ്ട്. 3 തവണ കിട്ടും, 4 തവണ കിട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, 2 തവണയാണ് വീഡിയോയിൽ കയറിയിട്ടുള്ളൂ. അത് നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം നിവിൻ ഭായ്. വീണ്ടും വെൽക്കം ടു ഗഡീസ് പോഡ്കാസ്റ്റ്. വെൽക്കം ഒന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് വരാറില്ല. ഇവിടെ സ്ഥിരമുള്ള അതൊക്കെ. അപ്പൊ നമ്മള് 39ാമത്തെ എപ്പിസോഡിലെത്തി. അപ്പൊ ഇന്ന് നമുക്ക് നിവിനേട്ടൻ നമ്മുടെ നിർത്തിവെച്ച ടോപ്പിക്കുകൾ തുടരാനായി എത്തിയിരിക്കുകയാണ് അല്ലേ? എന്താ അതിനു മുമ്പ് ചോദിക്കട്ടെ, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എന്തായി? നമ്മൾ ക്രിസ്മസിനാണ് നിർത്തിപ്പോയത്. നിർത്തിപ്പോയി എന്നുവെച്ചാ നീ പോയത്. ന്യൂ ഇയറിന്റെ കേസ് ഇപ്പോ ക്രിസ്മസ് അടിപൊളിയാ. അടിപൊളി തന്നെ. ടിപ്പിക്കൽ ക്രിസ്മസ് ഇൻ മലയാളി ഹൗസ് ഹോൾഡ്. ഗ്രേറ്റ്. അത് ഗ്രേറ്റ് ആയിട്ട് പോയി. പിന്നെ ഇപ്പൊ ന്യൂ ഇയറിന്റെ കേസ് പറയുകയാണെങ്കിൽ ക്ലീഷേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻ താല്പര്യമില്ലാത്താണോ? താല്പര്യമില്ലെന്നല്ല, അത് നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ താല്പര്യമാണല്ലോ ചെയ്യാൻ മടി കൊണ്ടായെന്തിനാ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണേ. അതൊരു ഡീമോട്ടിവേഷൻ ആണ്. നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് നെഗറ്റീവ് തോട്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒരു സിമ്പിൾ ടേം എടുത്തു, മുമ്പത്തെ ഇയറിനെക്കാട്ടിയും ബെറ്റർ ആവണം. അപ്പൊ അങ്ങനത്തെ ഒരു ടേംസിൽ ഇങ്ങനെ പോണു. പിന്നെ ഞാൻ ഒരു ആപ്പിൽ ഇപ്പോ പെർസെന്റേജ് നോക്കുന്നുണ്ട്, ഇയർ പ്രോഗ്രസ്. അത് ഓരോ പെർസെന്റേജിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നിരിക്കണം. അങ്ങനത്തെ ഒരു റൂള് വെച്ചിട്ട് ഞാൻ ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പൊ അത് ഇന്നലെ വരെ 4% ആയെന്ന് തോന്നുന്നു ഇയറിന്റെ. അങ്ങനെയാണ് എനിക്ക് കണ്ടത്. ഒരു ഇയറിന്റെ 4% കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് തന്നെയാണ്. 365 to 100 അല്ലേ? അല്ല, ഇത് ഇൻ ദ സെൻസ് ഇത് 4% നമ്മൾ ചെയ്യണ നല്ല കാര്യമാണോ, അതോ ഇയറിൽ ഈ 4%? ഇയറിന്റെ 4% കഴിഞ്ഞു. 96% ഇയർ പോവാളൂ. ഓക്കെ. ഒരു ഫോണിന്റെ ബാറ്ററി റീചാർജ് ചെയ്തിട്ട് കുറഞ്ഞു വരണ പോലെ. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് കുറയുമ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അധികം സമയം ഈ വർഷം ഇല്ലാന്ന് ആലോചിക്കുക. അതന്നെ, ആ ഒരു മോട്ടിവേഷൻ നമുക്ക് തിങ്കിങ് വരണം. അതിന് വേണ്ടിട്ടാ. അപ്പൊ അതങ്ങനെ പോയി, ന്യൂ ഇയർ അങ്ങനെ പോയി. എന്നിട്ട് ഇപ്പൊ ന്യൂ ഇയർ കഴിഞ്ഞ് ഇപ്പൊ എത്ര ദിവസം? 20 ദിവസം. നമ്മൾ 20ാം തീയതിയാണ് റെക്കോർഡ് ചെയ്യണം പോയത്. അപ്പൊ 20 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നു. നമ്മള് എന്നാണ് മറ്റേ റെക്കോർഡ്? 22-22 22ാം തീയതി തോന്നുന്നു. 22 ഡിസംബർ ലാസ്റ്റത്തെ എപ്പിസോഡ് എടുത്തത്. അപ്പോ അന്ന് നമ്മളൊരു ടോപ്പിക് അവസാനം മുട്ടിച്ചു വെച്ചിട്ടാണ് പോയത്. അതെ അതെ, ഓർമ്മയുണ്ടോ നിവിനെ നിനക്ക് ആ ടോപ്പിക്? യൂണിഫോമിറ്റി അല്ലേ? അത് യൂണിഫോമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സെക്ഷൻസ് ഉണ്ട്, പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? അന്ന് നമ്മള് ജെൻഡർ യൂണിഫോമിറ്റി പറഞ്ഞു തോന്നുന്നു. പിന്നെ ഡ്രസ് മൊത്തത്തിലുള്ള ഒരു യൂണിഫോമിറ്റി ജനറൽ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മള് സമയം കഴിയാറായ കാരണം നിർത്തിയില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഭൂമി വരേണ്ടതാണെന്നാണോ ഉദ്ദേശിച്ചത് അല്ലേ? എന്താണ് നീ ഇങ്ങനെ അബ്സേർഡായി നിന്ന് പോയത്? എന്താണ് അതിന്റെ ഒരു കാരണം? അല്ല, ഇതിപ്പോ ഇനി ഏത് യൂണിഫോമിറ്റി വെച്ചിട്ട് തുടങ്ങണമെന്ന്. ഏത് യൂണിഫോമിറ്റി? നമുക്ക് ഞാൻ ഈ ഇടയ്ക്ക് മറ്റൊരു ഇൻസ്റ്റഗ്രാം ചാനലിൽ കണ്ടു, യൂണിഫോമിറ്റി ഇൻ ഡ്രസ്. അത് നമ്മൾ ഓൾറെഡി ഒരു എപ്പിസോഡ് യൂണിഫോമിറ്റി അത് നമ്മൾ പറഞ്ഞിരുന്നത് സ്കൂൾ ലൈഫിന് വരെയാണ് നമുക്ക് യൂണിഫോം കൊടുത്തേക്കണത്. അതിനുശേഷം നമ്മൾ യൂണിഫോം ഇല്ല സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. നീ ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട്? അത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, ഈ നമ്മുടെ സ്കൂള് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഫ്യൂച്ചറിലേക്ക് കടക്കുമ്പോ അവിടെ ഒരു യൂണിഫോം ഇല്ല. നമ്മള് സ്വന്തമായിട്ട് ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തിനാണ് ഈ ചെറിയ പിള്ളേർക്ക് യൂണിഫോം കൊടുത്ത് ഒരു ചോദ്യം. എന്റെ ഒരു ടോപ്പിക് പറയുകയാണെങ്കിൽ കളർ കോഡ് വെച്ചാലോ യൂണിഫോമിന് പകരം? അപ്പൊ ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഇടണം, വൈറ്റ് പാന്റ് ഇടണം.
മനസ്സിലായി. ഓരോ ദിവസം ഓരോ കളർ ഉണ്ടാവും, കളർ കോഡ്. അല്ലെങ്കിൽ ഒരാഴ്ച ഓരോ കളർ ഉണ്ടാവും. എങ്ങനെയുണ്ട് ഒരു ഐഡിയ? അത് നല്ലതാണ്. എന്നിരുന്നാലും അതൊരു യൂണിഫോമിറ്റി അല്ലേ? യൂണിഫോം ആണല്ലോ. എന്നുവെച്ചാ ഇവൻ പറയുന്നത് അതിന്റെ ഒരു നെഗറ്റീവ്, നമ്മളിപ്പോഴത്തെ ഒരു സ്റ്റീരിയോടിപ്പിക്കലി ജനറൽ ആയിട്ടുള്ള യൂണിഫോം വെയറിന്റെ ഒരു നെഗറ്റീവ് സൈഡ് മാറ്റാനുള്ള ഒരു മാർഗമാണ് നിവിനിപ്പോൾ മുമ്പിൽ വെച്ചത്. അപ്പോ അടുത്ത ലൈക്ക് ഈ കളർ കോഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. എല്ലാവരും ആ കളർ കോഡിലുള്ള ഡ്രസ് കഴിഞ്ഞിട്ട് ഇട്ട് വന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ലുക്കിൽ നിന്ന് ഇത്തിരി കൂടി ബ്രോഡായി. യൂണിഫോം മാറ്റാൻ താല്പര്യമില്ലാത്തവർക്ക് മാറ്റണ്ട, ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ഒരു ഓപ്പണിംഗ് ആയിട്ട് പോട്ടെ. ഫസ്റ്റ് അതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. സൊല്യൂഷൻ. പിന്നെ അങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടുവരാം. അത് ഞാൻ ഇപ്പൊ ആലോചിക്കാൻ കാരണം സ്റ്റീവ് ജോബ്സിന്റെ ഔട്ട്ഫിറ്റ് കണ്ടിട്ടുണ്ടാവും. നോക്കിയാലും ആള് തിങ്ക് ചെയ്യാൻ ടൈമില്ല. ഒരു ജീൻസും അല്ലെങ്കിൽ പണ്ട് ഈ കമ്പനിയൊക്കെ തുടങ്ങിയ സമയത്ത് പൈസ ഇല്ലാണ്ടായപ്പോ ആഘോരണുണ്ടായിരുന്നുണ്ടാവുള്ളൂ. പിന്നെ എല്ലാ ദിവസവും ഈ സെയിം സ്ട്രാറ്റജി ഉണ്ടല്ലോ സക്കർബർഗ് യൂസ് ചെയ്യണത്. സക്കർബർഗും സെയിം കളർ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഡിഫറെന്റ് കളേഴ്സും ഗ്രേ ഒക്കെ ഇടുന്നതാണ് ഉണ്ടല്ലേ. ഒരു പ്രത്യേക നേവി ബ്ലൂ എവിടെ കണ്ടിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഏകദേശം സെയിം ഇതാണ്, ഒരു പാന്റ് പോലത്തെ ഒരു സാധനം, ഒരു ഷർട്ട്, ഒരു ടീഷർട്ട് ഉണ്ട്. അതാണ് നമ്മളിപ്പോ അതില്, അതായത് ഒരു കാര്യം നമ്മൾ ലൈക്ക് അതിന്റെ ഇത് സൊല്യൂഷൻ കൊണ്ടുവരുമ്പോ ഗ്രാജുവൽ ചേഞ്ച് ആണ് ഇപ്പോഴും നല്ലത്. അല്ലാണ്ട് ഒറ്റയടിക്ക് റിഫോം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇൻ ദ സെൻസ് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് റൈറ്റ് ആണെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഓൾറെഡി ആ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഇപ്പോ ഗ്രാജുവൽ ചേഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രൈഡേ കളർ ഡ്രസ് ആണ്. വിദ്യ കോളേജിലത്തെ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലത്തെ സ്റ്റുഡൻസ്. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ വീക്കും ഫ്രൈഡേ കളർ ഡ്രസ് ഇട്ടിട്ട് പോകും. അപ്പൊ ഞാൻ എപ്പോഴും എനിക്കൊരു ഫേവറേറ്റ് ഡ്രസ്സുകളുണ്ട്. ആ ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് ഞാൻ മിക്ക ദിവസം പോവാ. അപ്പൊ ഈ സ്റ്റുഡൻസ് എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴും ഒരു തീം പോലെ ഫോളോ ചെയ്ത് പോവാണോ? കാരണം എങ്ങനെ നോക്കിയാലും എനിക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതിന്ന് ഞാൻ വിട്ടാകൊന്നു പോണില്ല. എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുക. അതിലൂടെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള. അല്ല, പക്ഷെ ചിലവരാണെങ്കിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ട് കാണാറുണ്ട്. ഓരോരുത്തരുടെ കംഫർട്ടബിൾ സ്പേസസ് ആണെന്ന് തോന്നുന്നു. ചിലവർക്ക് അത് ഓരോ പുതിയത് എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ചിലവർക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് പറഞ്ഞാൽ കണ്ടെത്തും. ആ കണ്ടെത്തിയതിൽ പിന്നെ കുറച്ച് നാൾ പോകും. പിന്നെ വീണ്ടും വരുന്ന എക്സ്പെരിമെന്റ് അത് മടുക്കും. പിന്നെ വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്യും, എന്നിട്ട് വേറൊരു സാധനം കണ്ടെത്തും, പിന്നെ അതില് പോകും. അല്ല, പിന്നെ നമ്മൾ ഉപയോഗിക്കണ വാച്ച്, പിന്നെ ഫോണ്, ഇതിനൊക്കെ എല്ലാത്തിനും ചിലപ്പോ നമുക്കൊരു പാറ്റേൺ ഉണ്ടാവും. എന്നെ പുറത്തുനിന്ന് കാണുമ്പോ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഞാൻ ഉപയോഗിക്കണ പിക്സല് വാച്ച് ഇതിനൊക്കെ ഒരു തീം ഉണ്ടെന്ന് പറയണ എല്ലാവരും. ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് വരുന്നില്ല. ഞാൻ എങ്ങനെയാണെന്ന് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഡിവൈസ് ഉപയോഗിക്കാൻ പോണവരെ ആൾക്കാർ എന്നോട് ചോദിച്ചു തുടങ്ങി. വേരിയേഷൻസ് ഇൻ യൂണിഫോമിറ്റി അതെങ്ങനെയുണ്ട്? അതല്ലേ വേരിയേഷൻസ് ഇൻ യൂണിഫോമിറ്റി. അത് നല്ലൊരു ടോപ്പിക്കാണ്. പക്ഷെ അത് ഇവിടെ പറയുന്നത് അല്ല, ഇവൻ സ്ട്രിക്റ്റ് യൂണിഫോമിറ്റി അല്ല ഫോളോ ചെയ്യണം, ഒരു പാറ്റേൺ ഫോളോ ചെയ്യണ്ട്. പാറ്റേൺ ആണ്. ഒരു കുറെ സാധനങ്ങളുടെ വേരിയേഷൻസ് ഉണ്ട്. അല്ലേ, നല്ലതല്ലേ? ഞാനിതൊന്നല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ ഫസ്റ്റ് തന്നെ പുതിയ ടോപ്പിക്കാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ വന്നത്, നിവിന്റെ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് നിവിന്റെ ഒരു ക്യാരക്ടർ ഒരു ടെക്കി സൈഡിലേക്കുള്ള ഒരു ടെക് എന്തൂസിയാസ്റ്റ് അല്ലേ? അല്ല, ഒരു മീഡിയം ആർട്ടിക്കിൾ എഴുതിയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫ്രീ ആകുമ്പോൾ അതിന്റെ ലിങ്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാലങ്ങളിൽ നമ്മൾ വ്യത്യസ്ത തരങ്ങളായ ബോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നാരും മറന്നു പോകരുത്. യൂസ് ചെയ്തിട്ട് നമ്മളൊരു നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്യാൻ കുഴപ്പമില്ല. മൊത്തം ബോട്ടിന്റെ ഒരു ഐഡിയ എടുക്കാണ്ട് നമ്മുടെ ഐഡിയാസ് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഐഡിയ തല പുകയ്ക്കാൻ അത് വെച്ചിട്ട് പുകച്ചിട്ട് അതിന്ന് കിട്ടിയ ടോപ്പിക്ക് വെച്ച് നമ്മൾ എഴുതാം. നമ്മുടെ ഐഡിയോളജി ആയിരിക്കും
അതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞു. യൂണിഫോമിറ്റി ഇൻ ലിവിങ്, ഐ മീൻ ഇൻ ദ ഹോൾ വേൾഡ് ഇല്ല, ഇല്ല. അതും കഴിഞ്ഞു. ഇതെല്ലാത്തിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ. മറ്റേ ടാഡ്പോൾ വെള്ളത്തൂടെ കൊണ്ടുവരുന്ന ആ, ബിഗ് ബാങ് കഴിഞ്ഞിട്ട് അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. ആ. പിന്നെ അത് ഡൈവേഴ്സ് ആയി പോയി. എന്തുകൊണ്ട്? അതവിടെ യൂണിഫോമിറ്റി ഉണ്ടായിരുന്ന? ഉണ്ടായിരുന്നല്ലോ, ഇല്ലല്ലോ, ഇവോൾവ് ചെയ്ത് വന്നപ്പോ യൂണിഫോം ആയിരുന്ന. പല പല species ഉണ്ടായിരുന്നു. ആരതിനോട് യൂണിഫോം ആയിരുന്നു എന്ന് പറഞ്ഞ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ അമീബ ഉണ്ടായിരുന്നു, പിന്നെ അത് മരം ഉണ്ടായിരുന്നു, ടാഡ്പോൾ പോലത്തെ മറ്റേ ഫിഷ് പോലത്തെ സാധനം വന്നു. അതാണല്ലേ അവസാനം ഇവോൾവ് ആയി വന്നത്. ആ, ഫിഷിലേക്ക് വന്നു, പിന്നെ അത് നടക്കാൻ പഠിച്ചു, ആ പിന്നെ അവിടുന്ന് പല പല തരത്തിലേക്ക് വന്നൂല്ലോ. അതെങ്ങനെ ഡൈവേഴ്സ് ആയിരുന്നില്ല? എങ്ങനെ ഡൈവേഴ്സ് ആയിരുന്നു? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതില് ചില സ്പീഷീസ് ഡെഡ് ആയി പോയിട്ടില്ലേ? അല്ല, ഒരു പേര് പറയൂലോ, നേച്ചറിന്റെ സെലക്ഷൻ, ഒരു പ്രോസസ്, പ്രോസസ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അത് ഡൈവേഴ്സിറ്റി കാരണല്ലേ ഉണ്ടായത്? ഡൈവേഴ്സിറ്റി കാരണമാണ് അത്. അത് ഇവോൾവ് ആയി വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആ സിറ്റുവേഷനിലേക്ക് സ്യൂട്ടായ എവല്യൂഷൻ ആർക്കാണ് ഉണ്ടായിരുന്നത്, അത് അവരാണ് അവിടുത്തെ ഫിറ്റസ്റ്റും, അവരാണ് അവിടെ സർവൈവ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് അതിലൊരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. കാരണം പീപ്പിൾ അല്ല, ഓർഗാനിസംസ് വിച്ച് ഹാവ് എ അബിലിറ്റി ടു സർവൈവ് ദ ഫിറ്റസ്റ്റ് വാസ് സർവൈവ് ദ ഫിറ്റ്. ഞാൻ ഇടയില് ഇതാക്കുന്നില്ല. ഫിറ്റസ്റ്റ് വാസ് in a group, was homogeneous, okay, which evolved to the best and which survived. അല്ല, അതെ, നമ്മളിപ്പോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വിത്ത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. അപ്പൊ അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാവരും എൻഡേഞ്ചേർഡ് ആയി പോയിരുന്നു. അവിടെ യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. ഫിറ്റസ്റ്റ് അല്ലാത്ത ഇല്ലല്ലോ. നമ്മളിപ്പോ അത് ഫുഡ് ചെയിൻ ആലോചിക്കണ്ടോ? ഫുഡ് ചെയിനിൽ താഴത്തുള്ള ഒരു ഫിറ്റസ്റ്റ് അല്ലല്ലോ, ആണോ? സർവൈവിങ് ഇപ്പൊ ഒരു ടൈഗർ, ഒരു ഡിയർ സർവൈവ് ചെയ്യണില്ലേ? ഇത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർമ്മ വന്ന്, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ടോപ്പിക്കാ. ഒരു റീൽ കണ്ടതാ, ഒരു ടൈഗർ നടന്നുകൊണ്ട് എന്റെ ബാക്കിൽ ഒരു ഡിയർ കണ്ടിട്ടുണ്ടോ നീ? എന്റെ മോൻ ഷൂട്ടിംഗ് ഫോർ നാഷണൽ ജിയോഗ്രഫി ഒരു ടൈഗറും ഡിയർ നടന്നു പോണൂടാ, നീ കണ്ടിട്ടില്ല? അല്ല, പക്ഷെ അറ്റാക്ക് ആണെങ്കിൽ ടൈഗർ ഒരു അറ്റാക്ക് നടത്തണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. വീക്ക് ആയിട്ടുള്ള ബാക്കിൽ നടന്നു വരുന്ന കണ്ടപ്പോ വീക്ക് ആയിട്ട് തോന്നി. അതൊരു സ്പീഷീസിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അത് മുഴുവൻ ഒരു കാറ്റഗറി ആണല്ലോ ഡിയർ എന്ന് പറയുന്നത്, അല്ലേ? അല്ല, പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ എങ്ങടെ കൊണ്ടുവരുന്നത്, എങ്ങടാ നമ്മളിപ്പത്തെ ഹോമോസേപ്പിയൻസിലേക്കല്ല കൊണ്ടുവരുന്നത്. യൂണിഫോമിറ്റി നല്ലതല്ല. യൂണിഫോമിറ്റി നല്ലതല്ല ഫോർ ദ മെജോറിറ്റി ഓർ ഫോർ ദ സുപ്പീരിയർ. മെജോറിറ്റി അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? സുപ്പീരിയർ അല്ലാത്ത ഒരു യൂണിഫോമിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, യൂണിഫോമിറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞു എന്നുവെച്ചാൽ മൈനർ ആയിട്ടുള്ള സുപ്പീരിയറിന്റെ ഓപ്പോസിറ്റ് എന്താ? സുപ്പീരിയർ, ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സാധനം. ആ സാധനത്തിന് യൂണിഫോമിറ്റി നെഗറ്റീവ് ആയിരുന്ന ഒരു സിറ്റുവേഷൻ. ഒരു ഒബ്ജക്റ്റ്, ഒരു സാധനം, അത് അവിടെ ഇൻഫീരിയർ ആണ്, എൻവയോൺമെന്റൽ ഇൻഫീരിയർ ആണ്. അതിന് യൂണിഫോമിറ്റി നെഗറ്റീവ് ആയിരുന്നു. യൂണിഫോമിറ്റി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി ഇല്ല. അത് അല്ല, അത് പോസിറ്റീവ് ആവണല്ലേ? യൂണിഫോമിറ്റി ഉണ്ടാവണം. യൂണിഫോമിറ്റി എന്നുള്ള സാധനം ഉള്ളത് അവിടെ ഉണ്ടെന്ന് വെച്ചോ, അത് ഇതിന് നെഗറ്റീവ്ലി എഫക്ട് ചെയ്തു. ഓക്കെ, ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആ എൻവയോൺമെന്റിലാണ്. ആ എൻവയോൺമെന്റിൽ യൂണിഫോമിറ്റി ഉണ്ട്. ആ യൂണിഫോമിറ്റി ഇതിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്തു. മനസ്സിലായില്ല?
മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ എടുത്തു, കമ്പനി എടുത്തു. കമ്പനി കമ്പനിയിൽ വർക്ക് ചെയ്യണവർക്ക് യൂണിഫോം ഉണ്ട്. യൂണിഫോം ഉണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യണവർക്ക്. ഉദ്ദേശിക്കുന്നത് അല്ല, ഞാൻ ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യം പറയുന്നു. ആ. യൂണിഫോമാണ്. ഓക്കെ. പക്ഷെ അവിടുത്തെ സർവൻസ് അങ്ങനത്തെ ക്ലീനിങ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല, അവർക്ക് യൂണിഫോം ഇല്ല. പക്ഷെ അവര് വർക്ക് ചെയ്യണത് ആ കമ്പനിയിലല്ലേ. അതെ. അപ്പൊ അത് ഇൻഫീരിയർ അല്ലേ അവർക്ക്? അവർക്ക് തോന്നണത് ഇൻഫീരിയർ ആയിട്ടല്ലേ? അതെ. അല്ല നീ ഇപ്പൊ ചോദിച്ചേ? അല്ല, ഞാൻ പറയണത് യൂണിഫോമിറ്റി വന്നതുകൊണ്ട് അവരെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്തൊരു സിറ്റുവേഷൻ ആണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കൊറേ ഉണ്ടല്ലോ. കൊറേ ഇല്ലേ? എടാ ഒരു നീ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഒരു ഹണ്ടിങ് ഡിയർ സുപ്പീരിയറിന് എപ്പോഴും യൂണിഫോമിറ്റി ഇല്ലാത്തതാണ് നല്ലത്. ആണോ? സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾക്ക് യൂണിഫോം ഇല്ലെങ്കിലാണ് അയാളുടെ പവർ കീപ്പ് ചെയ്യാനും എന്തിനും നല്ല എല്ലാ സിറ്റുവേഷനും നന്നാവും. ഇൻഫീരിയർ ആയിട്ടുള്ള ഒരാൾക്ക് യൂണിഫോം ഉണ്ടെങ്കിലല്ലേ ബെറ്റർ ആവുക. എന്നുവെച്ചാൽ യൂണിഫോം മിറ്റി ഉണ്ടെങ്കിലല്ലേ ബെറ്റർ ആവുക. ഇൻഫീരിയർ ആയ ആൾക്കാ യൂണിഫോമിറ്റി ഉണ്ടെങ്കിലേ ബെറ്റർ ആവുള്ളൂ. അത് പറയുമ്പോ അത് മോശമാണ്. കാരണം ഞാൻ ഈ എക്സാമ്പിൾ കൊണ്ടുവരാണ്ടിരുന്നത് മോശമൊന്നല്ല, ഉണ്ടായ കാര്യം തന്നെയാണ്. പണ്ടത്തെ ഒരു 19th century 18th century അല്ലെങ്കിൽ 20th century ആ സമയം ബ്രിട്ടീഷുകാർ ഭരിക്കുന്നുണ്ടായിരുന്ന സമയം, രാജാക്കന്മാരുണ്ടായിരുന്ന സമയം. അപ്പൊ പഴയ പാവപ്പെട്ട താഴ് ജാതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ ആ എൻവയൺമെന്റിലത്തെ ഇൻഫീരിയർ ആയിട്ടുള്ള ആൾക്കാർ. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ആ കാലത്ത്. അതില്ലാത്തോണ്ടാണോ അവര് അവിടെ ഉള്ളതുകൊണ്ട് അവരത് പോസിറ്റീവ്ലി എടുക്കില്ലേ? ശരിയാ. അത് അതേസമയം സുപ്പീരിയേഴ്സിന് നല്ലതാണോ യൂണിഫോമിറ്റി ഉള്ളത്? എന്ന് വെച്ചാൽ രാജാക്കന്മാർക്ക് നല്ലതാണോ, അല്ലെങ്കിൽ പവർ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ള നീ അങ്ങനെയായിരുന്നല്ലോ ഉദ്ദേശിക്കണ്ടായിരുന്നേ. ഞാൻ എന്താ ചിന്തിച്ചാർന്നറിയോ, സുപ്പീരിയർ ആൾക്കാർ അവർക്കൊരു യൂണിഫോമിറ്റി വേണോ? അല്ലല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹോൾ എൻവയൺമെന്റിൽ അതെങ്ങനെ നിനക്ക് മനസ്സിലായി? സ്ട്രാറ്റയില് ആ ടൈമില് നമ്മൾ നോക്കുമ്പോ യൂണിഫോമിറ്റി നല്ലതാണ്. അതേ പറഞ്ഞ അതൊരു എല്ലാ സിറ്റുവേഷനിലും ഇൻഫീരിയറിന് അത് നല്ലതും സുപ്പീരിയറിന് അത് അത് മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഷുഡ് ദർ ബി ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ ഡിവിഷൻ ഇൻ ദിസ് വേൾഡ്? ടു ബി കണ്ടിന്യൂഡ്. പാടുവോ? അല്ല, നമ്മള് ടു ബി കണ്ടിന്യൂഡ് പറഞ്ഞിട്ടല്ലേ നിർത്തി. ടു ബി കണ്ടിന്യൂഡ് പറയാൻ കാരണം നമ്മളുടെ റെക്കോർഡിംഗ് ടൈം കഴിയുകയും നമ്മൾ വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. സോറി. അപ്പൊ പാടുമോ എന്നുള്ളതാണ് ചോദ്യം. സുപ്പീരിയറിന് ഇൻഫീരിയറിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഉണ്ടല്ലേ? എന്തിന്? ഒരു സിസ്റ്റം കീപ്പ് ചെയ്യാനും എല്ലാത്തിനും ആവശ്യമുണ്ട്. ഒരു എന്താ പറയുക സിവിലൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ ഒരു സൊസൈറ്റി, ഇപ്പോൾ ഒരു 2000-20,000 പേരുള്ള ഒരു സൊസൈറ്റി എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇല്ല. അതിന് വേണ്ടി എപ്പോഴും ഒരു ലീഡർ വേണം. ലീഡറിന് അവിടെ സുപ്പീരിയോറിറ്റി ഇല്ലെങ്കിൽ ലീഡർ പറയുന്ന ആരും കേൾക്കില്ല. കാസ്റ്റ് സിസ്റ്റം ഒരു ഇൻഫീരിയർ സുപ്പീരിയർ സംഭവമായിരുന്നു. അതെ. അത് നല്ലതാണോ? കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു എല്ലാ സാധനങ്ങളും മോശമായിരുന്നു. ഇല്ല, ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഒരു ഇൻഫീരിയറും സുപ്പീരിയറും ഇല്ലല്ലോ. അതായത് നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. നമ്മൾ തന്നെയാണ് അത്. നമ്മൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബ്ലോക്ക് ചെയിൻ എടുത്തോ, എനിക്കത് ഏറ്റവും ബ്ലോക്ക് ചെയിനാ. അതിനെ കുറിച്ചിട്ടാണ് വരാൻ പോണത്. ബ്ലോക്ക് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ബയ്യർ, ഈ ബയ്യറിന്റെ കോയിൻ അപ്പുറത്തേക്ക് പോയിന്ന് ഇപ്പുറത്തേക്ക് പോയിന്ന് തീരുമാനിക്കുന്ന ആരാ? മൈൻ ചെയ്യുന്ന സിസ്റ്റംസ്. അവർക്കപ്പോൾ അവിടെ സുപ്പീരിയോറിറ്റി ഇല്ലേ? ശരിയാണ്. അല്ല, നമ്മളിപ്പോ ആ ബയ്യർ നോക്കണ്ട, പിന്നെ ബയ്യറും സെല്ലറും ഇല്ലാണ്ട് മൈനിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന്റെ വർക്കിംഗ്, അതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യണത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആണ് വർക്ക് ചെയ്യണത്. അപ്പൊ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി, അത് കമ്പ്യൂട്ടേഴ്സ് പിന്നെയും ചെയ്യും. മനുഷ്യന്മാരും നമ്മളൊരു സിസ്റ്റം സാധനങ്ങൾ വരും. ഒരു റൂള്, ആ റൂള് പാസ് ചെയ്യണമെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഒരാളെ വെക്കണ്ട, പകരം ഒരു കമ്പ്യൂട്ടർ, ഒരു പോളിംഗ് മെഷീൻ. ഒരു പുതിയ ലോ വരണമെങ്കിൽ മെജോറിറ്റി നോക്കും. പോളിംഗ് ആണ്, പോളിംഗിൽ മെജോറിറ്റി കിട്ടണ ആ ഒരു റൂൾ അവിടെ പാസ്സാവും. അപ്പൊ അവിടെ ഒരു സുപ്പീരിയർ ഇല്ല, മൊത്തം കൺട്രോൾ. കുറെ ചോദ്യങ്ങൾ അപ്പൊ വരണം. ഈ മെജോറിറ്റി എന്നുള്ളത് എങ്ങനെ അവിടെ എത്തി എന്നുവെച്ചാൽ ഈ ഇപ്പൊ ഒരു റെപ്രസെന്റേറ്റീവ്സ് ആണല്ലോ, റെപ്രസെന്റേറ്റീവ്സ് ആണോ അതോ ഹോൾ പോപ്പുലേഷൻ ആണോ? ഹോൾ പോപ്പുലേഷൻ.
ഹോൾ പോപ്പുലേഷൻ. എല്ലാവർക്കും ഒരു വോട്ട് വെച്ചിട്ട് കിട്ടണം. അപ്പൊ എല്ലാരും എക്സാക്ട്ലി ഇൻഫോംഡ് ആയിരിക്കണം സിറ്റുവേഷനെ കുറിച്ചിട്ട്. എല്ലാവർക്കും സെയിം എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം എന്താണ് അവിടെ നടക്കണെന്നുള്ളത്. അത് വേണം. എഡ്യൂക്കേഷൻ ലെവൽ സെയിം ആയിരിക്കണം. അവരുടെ തിങ്കിങ് കേപ്പബിലിറ്റി സെയിം ആയിരിക്കണം. അതിന്റെ ഫ്യൂച്ചർ തിങ്കിങ് ഉള്ള ആൾക്കാരായിരിക്കണം. അതാ ഈ ജനറേഷനെയും എങ്ങനെ എഫക്ട് ചെയ്യുന്നത് ഫുള്ളി അവെയർ ആവണം. എന്നാലാണ്. അല്ലെങ്കിൽ ഇപ്പോ മെജോറിറ്റി ആയിട്ടുള്ള ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ മെജോറിറ്റി പീപ്പിൾ വിചാരിച്ചു ഒരു ഗ്രൂപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന്. അത് നല്ലതാണോ? അല്ല, ഇവൻ പറയുന്നത് ഇന്ന സിറ്റുവേഷൻ വെറുതെ സ്നോ ഒന്നുമില്ലാത്ത ഫുൾ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു ബ്രെയിൻ തിങ്കിങ് ഇല്ലാത്ത സിറ്റുവേഷൻ. അങ്ങനത്തെ ആണെങ്കിൽ ഈ സംഭവം വരും. എല്ലാരും ഈക്വലി ഉണ്ടായിരിക്കണം ആ സിറ്റുവേഷനെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ വീണ്ടും ഇന്ത്യയുടെ ഒരു പഴയ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ അത്ര പോപ്പുലർ അല്ലാത്ത സമയത്ത് എല്ലാരും വെൽ ഇൻഫോംഡ് ആയിരുന്നില്ല, ഇൻഫോംഡ് ആയിരുന്നു ഒരു തന്നെ. അതൊരു മാസ് മീഡിയ വഴി പോകുന്ന ഒരു സാധനം വിശ്വസിക്കുകയും അതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വിധത്തില് മാസ് മീഡിയയിൽ പോകുന്ന ഒരു സാധനം പെട്ടെന്ന് എല്ലാരും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്തിരി കൂടി സമയം എടുക്കും. അതിപ്പോ വന്നത് ട്രൂ ആണെന്നോ ഫോൾസ് ആണെന്നൊക്കെ ചിന്തിക്കാൻ സമയം എടുക്കും. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് പറയും. ഗുഡ്. യൂണിഫോമിറ്റി ആണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അപ്പൊ അപ്പൊ നീ ചോദിച്ചതല്ല, നീ ചോദിച്ചത് സുപ്പീരിയർ ഇൻഫീരിയർ ആവശ്യമുണ്ടോ എന്നുള്ളായിരുന്നു. ഇനി വരാൻ പോകുന്ന ടൈം ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ എല്ലാവർക്കും കോമൺ ആയി കിട്ടി. അല്ല, അതില് എഡ്യൂക്കേഷൻ ഞാൻ വെറുതെ ഒരു വാക്ക് ഉപയോഗിച്ചൊന്നുള്ളൂ കേട്ടോ. എഡ്യൂക്കേഷൻ മാത്രമല്ല, ഇൻഫോർമേഷനും എങ്ങനെ അതിന്റെ ഒരു ഫ്യൂച്ചർ കറക്റ്റ് ഡിസിമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഇറ്റ്സ് കറക്റ്റ് ആപ്ലിക്കേഷൻ. ഏകദേശം ആ ടൈമില് ഇനി വരാൻ ഈ അടുത്ത് നടക്കാൻ പോണ കാര്യം, ഗവൺമെന്റ്സ് വരാൻ പാടില്ല. ഗവൺമെന്റ് ഇല്ല, ഗവൺമെന്റിന് പകരം ടേക്ക് ഓവർ ചെയ്തു. ഫിലിംസിൽ കാണുന്ന പോലെ അല്ല. അതായത് ഒരു എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു കമ്പ്യൂട്ടേഴ്സ് ആണ്, ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് മാനേജ് ചെയ്യണു. അതിന്റെ ഡിസിഷൻ എടുക്കാൻ പോണത് എല്ലാ പീപ്പിളും ഒരുമിച്ചിരുന്നിട്ടാണ്. ഒരു സുപ്പീരിയർ പോലും ഇല്ല. എന്തെങ്കിലും ഒരു റൂള് പാസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻപുട്ട് കൊടുക്കാം, നമ്മുടെ പോളിംഗ് കൊടുക്കാം. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കണം. ഇങ്ങനത്തെ ഒരു സിസ്റ്റം വേറൊരു രാജ്യത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയോ? എവിടെയാണ്? ഈ നമ്മുടെ നോർവിയൻ കൺട്രീസ് അല്ലേ, മറ്റേ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുകളിൽ നിൽക്കുന്നത്, ഫിൻലാൻഡ്, നോർവേ, അങ്ങനത്തെ കൺട്രീസിൽ ഈ സിസ്റ്റം ഉണ്ട്. ഈവൻ ദോ അവിടെ പൊളിറ്റിക്സ് ഉണ്ട്, ഇൻ ദ സെൻസ് റൂളിങ് ആൾക്കാരുണ്ടെങ്കിലും അവിടുത്തെ ഒരു ഡിസിഷൻ പാസ് ആവണമെങ്കിൽ അവിടുത്തെ ഫുൾ കമ്മ്യൂണിറ്റിയുടെ ഇത് വേണമെന്നല്ലേ. അതാണ് കുറച്ചും കൂടി ബെറ്റർ. അതോ ലൈക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാണ്ട് ഫുൾ പീപ്പിൾ മാത്രമാണോ എടുക്കണത് നല്ലതെന്ന് ചിന്തിച്ചു നോക്കിയേ. ഫുൾ ആൾക്കാർ എടുക്കുമ്പോ ഈ ഒരു കൺസേൺ ഉണ്ട്. ഉണ്ട്. പക്ഷേ പൊളിറ്റിക്സ് ഉള്ളപ്പോ അത് പൊളിറ്റിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. ഓരോരുത്തരും ഓരോ ഐഡിയോളജിയിലേക്ക് വേരിയഡ് ആയിരിക്കും. അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്യുവർ പൊളിറ്റിക്സ് ആണെങ്കിലോ, ക്ലീൻ പൊളിറ്റിക്സ് ആണെങ്കിൽ, ക്ലീൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ലോകത്ത്, എനിക്ക് തോന്നുന്നു. അല്ല, ക്ലീൻ പൊളിറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇങ്ങനത്തെ സിസ്റ്റം ആയിരിക്കണം. എങ്ങനത്തെ ആയിരിക്കണം? ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം. ഡീസെൻട്രലൈസ്ഡ് ആണെങ്കിൽ അത് ക്ലീൻ. ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു സൈഡിലേക്ക് ഒരു ചായ്വ് ഉണ്ടാവും. എന്നുവെച്ചാൽ അത് നമ്മുടെ വിഷൻ, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവാം. നമുക്കൊരു പാർട്ടി ഇഷ്ടമാണ്, അതിന്റെ വാല്യൂസ് ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ അവര് വഴി വരുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അവര് ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സംഭവം നമ്മൾ സപ്പോർട്ട് ചെയ്യും. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ്ലി ലൈക്ക് ഐഡിയോളജീസ് മാറുന്നതിനനുസരിച്ച് അതും ചേഞ്ച് ആവും. പൊളിറ്റിക്കൽ പാർട്ടി ഇതും ഉള്ളപ്പോൾ ഉള്ള പ്രശ്നം അങ്ങനെയാണെങ്കിൽ അത് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവാൻ പാടില്ല. ജസ്റ്റ് പീപ്പിൾ ആയിരിക്കും. പക്ഷെ എപ്പോഴും ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യും. അതൊരു സോഷ്യൽ നമ്മളൊന്ന് കണ്ടുള്ളൂ. സോഷ്യൽ ബീയിങ്ങിന്റെ ഒരു സംഭവമാണ് കമ്മ്യൂണിറ്റീസ്. അതിന്റെ പവർ വരികയും അതിനൊരു ഓട്ടോമാറ്റിക്കലി ഒരാൾ ലീഡ് ചെയ്യാൻ വരികയും. ബിഗ് ബോസ് ഷോ വരുന്നുണ്ട്. ഈ ബിഗ് ബോസ് ഷോന്റെ ഒരു ഇതാണല്ലോ, കൊറേ പേരെ റൂമിൽ അടച്ചിടും. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പിസ് എങ്ങനെ പോയാലും അത് ക്രിയേറ്റ് ആവണ്ട. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ പുറത്തുനിന്ന് ഒരു രണ്ടാൾക്കാർ വരും, വൈൽഡ് കാർഡ് എൻട്രി. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് വീണ്ടും യുണൈറ്റ് ചെയ്തിട്ട് ഇവരെ പുറത്താക്കും. എങ്ങനെ പോയാലും അവിടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു കളി ഉണ്ടാവും.
നമുക്ക് as അവോയ്ഡ് ചെയ്യാൻ long as പറ്റില്ല. humans do have a brain and do have emotional spectrum of variations. Spectrum എന്ന് പറയുമ്പോൾ വേരിയേഷൻസ് ആയില്ലേ, സ്പെക്ട്രം. ഒരു സെയിം ഐഡിയോളജി ഫോളോ ചെയ്യണ ഒരു ഗ്രൂപ്പായി. ഇപ്പൊ ഞാൻ പെസിമിസ്റ്റ് ആയി. എനിക്ക് വേൾഡിനൊരു ഗുഡ് ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് ഹ്യൂമൻസ് എപ്പോഴും കൊഹേഷനിൽ വളരും, ഒരു യൂണിറ്റി ഉണ്ടാവും. കൊഹേഷൻ അല്ല, ഒരു ഗുഡ് ഓർഗനൈസ്ഡ് വെൽ ഡിസിപ്ലിൻഡ് കമ്മ്യൂണിറ്റി ആവും. അതിൽ ഗ്രൂപ്പിസം വരില്ല. ലൈക്ക് there would be a single group for the whole community, there would be betterness for everyone. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത്. That's called as a fantasy. Oh no. അല്ല, ചിലപ്പോ പറയാൻ പറ്റില്ല. നമ്മൾ ഈ മസ്കറ്റിനൊക്കെ ഒരു ചിപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ തലയിൽ വെക്കാനുള്ളത്, അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ന്യൂട്രൽ ആക്കി കഴിഞ്ഞാൽ വർക്കായിരിക്കും. എല്ലാവർക്കും ഈക്വലി എഡ്യൂക്കേഷൻ കിട്ടി ആ ടൈമില്. ഈ ഇമോഷണൽ സാധനങ്ങൾ ഇതിൽ കൺട്രോൾ ചെയ്ത് ന്യൂട്രൽ ആക്കി. Then they are not humans. അല്ല, അവര് കമ്പ്യൂട്ടർ കൺട്രോൾഡ്. No. I want original humans to be. എന്റെ ഒരു നമ്മള് ബിഗ് ബോസിന്റെ ഒരു ഇത് തുടങ്ങാൻ കാരണം തന്നെ എന്തൊരു എക്സ്പെരിമെന്റ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സോഴ്സസ് ഞാൻ നോക്കിയിട്ടില്ല. നെതർലാൻഡ് അല്ല സ്റ്റാർട്ട് ചെയ്തതല്ല, ഇത് ഏതോ ഒരു സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ് ഈ ഷോ ഉണ്ടായത്. അപ്പൊ അത് ഒരിക്കലും ആ ഒരു സിസ്റ്റം എത്താൻ പറ്റില്ല നമുക്ക്. എങ്ങനെ പോയാലും ഹ്യൂമൻസിന്റെ ഒരു ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഗ്രൂപ്പ് ഫോം ചെയ്യും. ഇത് എത്താൻ ചാൻസ് ഇല്ലല്ലോ. ഇപ്പൊ എത്താൻ വേണമെങ്കിൽ ഒരു 1% ചാൻസ് കയ്യിൽ വെച്ചു. താങ്ക് യു ഫോർ കീപ്പിംഗ് മീ ഹോപ്പ്ഫുൾ. എന്റെ ഒരു സന്തോഷത്തിന്. ഓക്കെ, അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇതിലെന്തെങ്കിലും ഉണ്ടോ പറയാൻ എപ്പിസോഡിൽ തുടരാൻ? യൂണിഫോമിറ്റിയാണ് നമ്മളിപ്പോ യൂണിഫോമിറ്റിയുടെ വേറെ വല്ല സ്പെക്ട്രങ്ങൾ മിക്കവാറും ക്യാമറ ഓഫ് ആയിണ്ടാവുന്നത് ഓഫ് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അതെ, യൂണിഫോമിറ്റിയുടെ വേറെ വല്ല സ്പെക്ട്രമുകൾ നിങ്ങൾക്ക് അറിയെങ്കിൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അറിയിക്കുക. നമ്മളത് തീർച്ചയായും അടുത്ത എപ്പിസോഡുകളിൽ അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും. പറയാൻ പറ്റുന്നതും ഇല്ല. ഇപ്പോ കുറച്ചു കാലം മുമ്പ് വാട്സപ്പിൽ ഒരു 2015-16 ആ ഒരു റേഞ്ചിലായിരുന്നു ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഡ്രസ് ആണോ വൈറ്റ് ആൻഡ് ഗോൾഡ് ഡ്രസ് ആണോ? എനിക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. എനിക്കും ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് ഏതായിരുന്നു? കുർത്ത പോലത്തെ സാധനം അല്ലേ? കുർത്ത പോലത്തെ രണ്ട് ഡ്രസ് ഇട്ടിട്ട് അതിൽ ഏതാണ് നിങ്ങൾക്ക് കാണുന്നില്ല? ഒരു ഡ്രസ്സിന്റെ ഇമേജ് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അതെനിക്ക് ഏതാ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ല, അത് കുറെ നിങ്ങൾക്ക് ഓർമ്മ എങ്ങനെ നിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ടൈമിൽ ഇതേപോലെ കുറച്ച് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറെ പേർക്ക് മോസ്റ്റ് ഓഫ് ദം ബ്ലാക്ക് പറഞ്ഞത്, കുറച്ച് പേർക്ക് അത് റിയൽ തന്നെ, കുറച്ച് പേർക്ക് ഇത് വൈറ്റും ഗോൾഡ് ആയിട്ട് കണ്ടു. അത് അതിന്റെ ഇല്യൂഷനലിസ്റ്റിക് കളിയല്ലേ അത്? ഇല്യൂഷൻ എനിക്ക് ബ്ലൂ അതെന്തായാലും ലൈക്ക് അതെന്ത് ബേസ് ചെയ്തിട്ടാ ഇത് കാണണേ? അതെന്ത് ബേസ് ചെയ്തിട്ടാ? അത് ട്രിക്കല്ലേ? അത് ശരിക്കും അതിന്റെ റീസൺ പോയപ്പോ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. കുറച്ച് ഗ്രൂപ്പ് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ നോക്കും. ബാക്കിയുള്ള ഗ്രൂപ്പ് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യണേക്കാട്ടി മുമ്പ് അതിന്റെ സറൗണ്ടിങ്സ് ഫോക്കസ് ചെയ്ത് നോക്കും. അപ്പോൾ ആ ഒരു ഇമേജില് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഒരു യെല്ലോ ഷെയ്ഡ് ആയിരുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണ ആൾക്കാർ നോക്കുമ്പോൾ അവർ ആ ഒബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ബ്ലാക്കും ബ്ലൂ ആയിട്ട് തോന്നി. ഇനി അടുത്ത ഗ്രൂപ്പ് ആൾക്കാർ വന്നപ്പോൾ ഇവര് സറൗണ്ടിങ് ആണ് ചെക്ക് ചെയ്യണം. ഈ സറൗണ്ടിങ്ങിൽ അതൊരു ഭയങ്കര ഫെയ്ഡഡ് പോലത്തെ ഒരു ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു. അപ്പൊ ഇവരുടെ ബ്രെയിൻ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കാൻ നോക്കി. ആ വൈറ്റ് ആക്കണോട് കൂടിയിട്ട് ഇതിന്റെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഡ്രസ്സിന്റെ ഇങ്ങനെ ആയിരുന്നില്ല ശരിക്കും. അത് ബ്ലൂ ഇങ്ങനെ നോക്കിയാ മറ്റു ഗ്രൂപ്പിനും ബ്ലൂ ആൻഡ് ബ്ലാക്ക് തോന്നുള്ളൂ. പക്ഷെ ആ ഒരു പിക്ചറിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ വന്ന കാരണം അവർക്ക് ആ ബ്ലൂ അങ്ങോട്ട് അവിടുന്ന് എടുത്തു കളഞ്ഞു. അതേപോലെ ആ ഷാഡോസ്, ആ ബ്ലാക്ക് ടെക്സ്ചർ ഒക്കെ അവരുടെ ബ്രെയിൻ അവരത് റിമൂവ് ചെയ്യാൻ നോക്കി ആ ബ്രെയിൻ. അപ്പൊ അവർക്കത് വൈറ്റ് ആൻഡ് ഗോൾഡ് ആയിട്ട് തോന്നി. ഇത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. സോഴ്സ് വളരെയധികം നന്ദി. സോഴ്സ് ഓർമ്മയില്ല, കിട്ടുകയാണെങ്കിൽ നമുക്ക് ലിങ്കിൽ കൊടുക്കാം.
അതിന്റെ വൈറൽ ചെക്ക് ചെയ്ത് നോക്ക്. ഇതിന്റെ നമ്മൾ പറയാൻ കാരണം നമ്മൾ ഈ യൂണിഫോമിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ അവിടെ എന്തെങ്കിലും പറയാണ്ടോന്ന് ചോദിച്ച പോലെ അവിടെ ഒരു ഡിഫറൻസ് വന്നു. യൂണിഫോം അല്ല ആൾക്കാർ, കുറച്ചുപേര് ഗ്രൂപ്പ് അങ്ങനെയാണ് കണ്ടത്, കുറച്ചുപേര് ഇങ്ങനെയാണ് കണ്ടത്. ഹ്യൂമൻസ് വിൽ നെവർ ബി ഈക്വൽ, ദേ വിൽ ബി ഓൾവേസ് യൂണിക്. ഇതാണ് ഇങ്ങനത്തെ കൺക്ലൂഷൻ. അത് പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഓൾവേസ് യുണീക്ക്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുഡ്. They should not be in uniform, they should be unique. അല്ലാണ്ടായി കഴിഞ്ഞാൽ Unique and you are no longer a human. Unique and humane കൂടി ആവണം എൻ്റെ ഒരു ആഗ്രഹം. യുണീക്ക് ആവുമ്പോൾ ചില ആൾക്കാർ ഹ്യൂമൻ അല്ലാണ്ടാവാം. ആവോ? അപ്പോഴാണല്ലോ അത് യുണീക്ക് ആവണേ. എല്ലാവരും ഹ്യൂമൻ ആവണം. ഹ്യൂമൻ ആയി കഴിഞ്ഞാൽ there is no more uniqueness for Bro, don't be like that. അല്ല, ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സാധനം വരണമെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ശ്രദ്ധമാണ്, ഇത് പെട്ടെന്ന് നിർത്താം. ഹ്യൂമൻ എന്നുള്ള ഒരു സാധനം വരണമെങ്കിൽ ഇൻഹ്യൂമൻ എന്നുള്ള ഒരു സാധനം ഉണ്ടായാലാണല്ലോ അത് ഹ്യൂമൻ ആവുള്ളൂ. ഓ ഗുഡ്. അപ്പൊ കിടിയെ നമ്മൾ നിർത്താൻ പോവാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കിടി അത്തനാസ്പി ജോർജ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കിടി ആദിത്യ കട്ടുകാരൻ. പിന്നെ നിവിൻ പി ലൂയിസ്. അപ്പോൾ ബൈ ബൈ. എപ്പിസോഡ് നമ്പർ 40 കാണുന്നവരെ പറ, മറ്റേത് പറ. ശുഭനിദ്ര, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ.